അസ്സലാമു കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കൊറിയൻ മാംഗോ പാൻകേക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇപ്പം മാംഗോ സീസണല്ലേ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടൈമുമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വീറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര, ഇനി 1/2 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് വനില എസൻസും പിന്നെ 2 മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളില്ലാതെ നല്ലപോലെ അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ലൊരു പാൻകേക്ക് കാണാൻ നല്ലൊരു യെല്ലോ കളറായിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്കിനി പാൻകേക്ക് ചുട്ടെടുക്കാം. പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗം ആകുന്ന വിധത്തിൽ പുരട്ടിയെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇത് തുടച്ചെടുക്കുക. ആദ്യം മാത്രം ഇതുപോലെ ചെയ്താൽ മതി, എല്ലായ്പ്പോഴും ബട്ടർ ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മെല്ലെ കയ്യിൽ പിടിച്ചിട്ട് ചുറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 സെക്കൻഡ് ആകുമ്പോഴേക്കന്നെ ഇത് റെഡി ആകും. അപ്പം ഇതായിട്ടുണ്ട്. ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒരു ചട്ടോനോ അല്ലെങ്കിൽ കൈ കൊണ്ട് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പാൻകേക്കും ചുട്ടെടുക്കാം. മുഴുവൻ പാൻകേക്കും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫില്ല് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിൽ 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു പാൻകേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം മേൽഭാഗമായിട്ട് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാൻ. അപ്പം നല്ലപോലെ ബീറ്റ് ചെയ്ത ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്രീം ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മാങ്ങ വെച്ച് കൊടുക്കാം. ഞാനിവിടെ മാങ്ങ കനം കുറഞ്ഞ് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് റോൾ ചെയ്തെടുക്കുക. നമ്മളെങ്ങനെയാണോ സ്പ്രിംഗ് റോളിന് മടക്കിയെടുക്കാറ് അതുപോലെ ചെയ്താൽ മതി. അപ്പം നമ്മൾ വളരെ മെല്ലെ വേണം ഇത് ചെയ്യാൻ വേണ്ടി. നേരിയ ദോശ ആയതുകൊണ്ട് തന്നെ കീറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. നിങ്ങളുടെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ട് കഴിക്കുന്നതാണ് വളരെ ടേസ്റ്റ്. ഇങ്ങനെയും കഴിക്കാം, പക്ഷെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്